എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലെ ഒരു പേപ്പറായ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിലെ എക്സാംസിന് കൂടുതലായി ചോദിച്ചു കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്താണ് മാക്രോ ആൻഡ് ഇറ്റ്സ് യൂസസ് ആണല്ലേ. അതായത് നമുക്ക് ഷോർട്ട് എസ്സേക്കും ചോദിക്കാറുണ്ട്, അത് ഷോർട്ട് ആൻസറും ചോദിക്കാറുണ്ട്. മാക്രോയും അതിന്റെ യൂസസും. പിന്നെ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് യൂസസ് അല്ലേ, അതായത് എക്സൽ എന്താണ്, അതിന്റെ യൂസസ് എന്താണെന്ന്. ദെൻ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ് അല്ലേ, IP, ARP പോലത്തെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾസ്. ദെൻ വാട്ട് ഈസ് പവർ പോയിന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് അല്ലേ, പവർ പോയിന്റ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സ് എന്നാണ് അല്ലേ. നമുക്കറിയാം എന്താണ്, ഒരു ഓഡിയൻസിന് മുമ്പിലേക്ക് ഡാറ്റാസ് പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പവർ പോയിന്റ് അല്ലേ. ദെൻ ഇന്റർനെറ്റ് ഹിസ്റ്ററി, ദെൻ DNS അല്ലേ, domain name system, then client server computing, then mathematical functions in Excel. നമ്മൾ എക്സൽ ഒരുപാട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, അങ്ങനെ അല്ലേ. അതിലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഷോർട്ട് എസ്സേക്കും ചോദിക്കാറുണ്ട്, ഷോർട്ട് ആൻസറും ചോദിക്കാറുണ്ട്. ദെൻ ഡിഫൈൻ ദി സ്റ്റെപ്സ് ടു ക്രിയേറ്റ് ഓപ്പൺ ആൻഡ് സേവ് എ ന്യൂ വേർഡ് ഡോക്യുമെന്റ് അല്ലേ. ഒരു പുതിയ വേർഡ് ഡോക്യുമെന്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, സേവ് ചെയ്യുക. പിന്നെ എന്താണ് നമ്മളുടെ വേർഡിലേക്കില്ലേ എങ്ങനെയാണ് പിക്ചേഴ്സും ഷേപ്സും സ്മാർട്ടായിട്ടൊക്കെ ആഡ് ചെയ്യുക. ദെൻ എന്താണ് എക്സൽ വർക്ക് ബുക്കിലെ, നമുക്കറിയാം വർക്ക് ഷീറ്റിന്റെ കളക്ഷനാണ് ശരിക്കുന്നത് വർക്ക് ബുക്കിലെ, അതായത് MS Excel ഒരു ഫയലാണ് ശരിക്കുന്നത് വർക്ക് ബുക്ക്. ദെൻ എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് ടു ഇൻസേർട്ട് എ വർക്ക്ഷീറ്റ് ആൻഡ് ഡിലീറ്റ് എ വർക്ക്ഷീറ്റ് അല്ലേ. ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, ഒരു വർക്ക്ഷീറ്റ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക അല്ലേ. ദെൻ ഹൗ ക്യാൻ വി ആഡ് ന്യൂ ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സ് ടു എ പ്രസന്റേഷൻ, ഒരു പ്രസന്റേഷനിലേക്ക് എങ്ങനെയാണ് പുതിയതും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്സും ആഡ് ചെയ്യുക. ദെൻ എന്താണ് ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻ എന്ന്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ IP അഡ്രസ്. ദെൻ വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർനെറ്റ്. ദെൻ എസ്സേക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ തവണ ക്വസ്റ്റ്യൻ പേപ്പർ, ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും നമുക്ക് കാണാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണത് മെയിൽ മെർജ്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആണത് മെയിൽ മെർജ്. ദെൻ മെയിൽ മെർജ് എന്താണെന്ന് പറയാം, ദെൻ അതിൻ്റെ സ്റ്റെപ്സും കൂടെ പറയാം. Then explain the methods to draw tables in MS Word along with the different formatting options available with them. But എങ്ങനെയാണ് നമ്മൾ വേർഡിൽ ടേബിൾസ് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ. നമുക്ക് പല വിധത്തിൽ ചെയ്യാം അല്ലേ. അതായത് നമുക്ക് ഡ്രോ ചെയ്തിട്ട് വേണം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റോസും കോളംസും സ്പെസിഫൈ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെ പല വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടേബിൾസ് ഡ്രോ ചെയ്യാൻ പറ്റും. ദെൻ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അതായത് നമുക്ക് എന്താ കോളം ആഡ് ചെയ്യലും റോ ആഡ് ചെയ്യലും, അങ്ങനെ ഒരുപാട് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ദെൻ റൈറ്റ് നോട്ട് ഓൺ പിവോട്ട് ടേബിൾ ഇൻ എക്സൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണിത് പിവോട്ട് ടേബിളും പിവോട്ട് ചാർട്ടും. അപ്പോൾ ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് പിവോട്ട് ടേബിൾ. ദെൻ വാട്ട് ആർ ദി ടാബ്സ് ഓൺ ദി മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അല്ലേ. നമുക്ക് റിബണിൽ നമുക്ക് ഒരുപാട് ടാബ്സ് കാണാൻ പറ്റും അല്ലേ. അതായത് വേർഡിലാണെങ്കിലും എക്സൽ ആണെങ്കിലും പവർ പോയിന്റിലൊക്കെ എന്തുണ്ട്, ഏകദേശം ഒരേ ടാബുകളാണ്. അപ്പോൾ ആ ടാബിനെ കുറിച്ച് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ ഇലക്ട്രോണിക് സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് അല്ലേ. അപ്പോൾ എന്താണ് എക്സൽ, അതിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അല്ലേ, ഇന്റർനെറ്റിന്റെ ഹിസ്റ്ററിയും ഡെവലപ്മെന്റും. ദെൻ ഷോർട്ട് ആൻസർ എന്ന് ചോദിച്ചാൽ എന്ത്, സ്റ്റെപ്സ് ടു റാപ്പ് ടെക്സ്റ്റ് ഇൻ MS Excel. ദെൻ എങ്ങനെയാണ് എക്സൽ മാർജിൻ സെറ്റ് ചെയ്യുക. ദെൻ എക്സൽ അവൈലബിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ദെൻ ഹൗ ക്യാൻ വി സെറ്റ് ടൈമിംഗ് ആൻഡ് സ്പീഡ് ഓഫ് എ ട്രാൻസിഷൻ അല്ലേ. MS പവർ പോയിന്റിൽ ടൈമിങ്ങും അതുപോലെ തന്നെ സ്പീഡും. ദെൻ വാട്ട് ആർ ദി വേരിയസ് ഓപ്ഷൻസ് അവൈലബിൾ ഇൻ വ്യൂ ടാബ് ഇൻ MS പവർ പോയിന്റ്. ദെൻ സ്ലൈഡ് മാസ്റ്റർ എന്താണെന്ന്. ദെൻ വേൾഡ് വൈഡ് വെബ് എന്താണെന്ന്. ദെൻ വെബ് ബ്രൗസർ എന്താണെന്ന്. ദെൻ റിബൺ എന്താണെന്ന് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, എങ്ങനെയാണ് ബുള്ളറ്റ്സും നമ്പേഴ്സും MS വേർഡിൽ ഇൻസേർട്ട് ചെയ്യുക. ദെൻ ഏതൊക്കെയാണ് വേരിയസ് ഡോക്യുമെന്റ് വ്യൂസ് അല്ലേ, വേർഡിൽ അവൈലബിൾ ആയിട്ടുള്ള വേരിയസ് ഡോക്യുമെന്റ് വ്യൂസ്. ദെൻ മാക്രോസ് എന്താണെന്ന്. ദെൻ റൈറ്റ് ദി നെയിം ഓഫ് എനി 4 കമാൻഡ് അവൈലബിൾ ഇൻ ഫോണ്ട് ഗ്രൂപ്പ് ഇൻ MS വേർഡ്. ദെൻ അൺഡു ആൻഡ് റീഡു കമാൻഡ്സ്. ദെൻ പേജ് ഓറിയന്റേഷൻ. സോ ഇത്രയും ടോപ്പിക്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ വിജയാശംസകൾ.